നമസ്കാരം, ടീച്ചിങ് ആസ്പിരൻസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ സെഷനാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എനിക്ക് കേട്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. അതായത് ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തില് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് വരികൾ. അപ്പൊ അത് പ്രോഫിറ്റ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ നിങ്ങളോട് കുക്കു എഫ്എമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഇനി നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് കേൾക്കാം, ഫ്രീ ആയിട്ട് കുറച്ച് കേൾക്കാം. അപ്പൊ ഫ്രീ സബ്സ്ക്രിപ്ഷന്റെ കാലഘട്ടം കൊണ്ട് പരമാവധി ഉപയോഗിക്കാൻ ഞാനും ഒന്ന് ശ്രമിച്ചു. അപ്പൊ ഞാൻ കുറെ ആയിട്ട് വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പുസ്തകമായിരുന്നു പ്രോഫറ്റ്. അപ്പൊ അതിന്റെ ഓഡിയോ കേട്ട സമയത്ത് ഇതൊരു പ്രവാചകനോട് പല തുറയിൽപ്പെട്ട ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതാണ്. അതില് അധ്യാപകൻ ചോദിക്കുമ്പോ പറയുന്ന പ്രോഫിറ്റിന്റെ മറുപടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയായിരിക്കും ഒരു അധ്യാപകൻ, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ എനിക്കത് നമ്മളെല്ലാം ഉള്ളിൽ വെക്കേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്റെ ടീച്ചിങ് ആസ്പിരൻസിനോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. ഓരോ വരിയിലൂടെ ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. ജീവിതാഭിലാഷങ്ങൾക്കായി സ്വയം കൊതിക്കുന്ന പുത്രികളും പുത്രന്മാരുമാണ്. അധ്യാപകനോടല്ല, രക്ഷിതാവിനോടാണ് കേട്ടോ. അധ്യാപകനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അത് മറ്റൊന്നാണ്. ഞാൻ പെട്ടെന്ന് വരികൾ വായിച്ചപ്പോഴാണ് ഓർക്കുന്നത്. അധ്യാപകനോടല്ല, രക്ഷിതാക്കളെ ചോദിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ഒരു അമ്മ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ കുഞ്ഞിനെ കുറിച്ച് പറയാമോ, കുഞ്ഞുങ്ങളും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാമോ മറ്റാണ് ചോദ്യം. അപ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. ജീവിതാഭിലാഷങ്ങൾക്കായി സ്വയം കൊതിക്കുന്ന പുത്രികളും പുത്രന്മാരുമാണവർ. നിന്നിലൂടെ വളരുന്നു, എന്നാൽ അതല്ല താനും. നിന്നിലൂടെയാണ് അവർ വളരുന്നത്, പക്ഷെ അതല്ല താനും. അതായത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇത് അധ്യാപകർക്കും ബാധകമാണ് അല്ലെ. നമ്മളെ പോലെ ആകാനല്ല അവരെ പഠിപ്പിക്കേണ്ടത്. അവർ നിന്നോടൊപ്പം വളരുന്നു, എന്നാൽ നിങ്ങളുടെ സ്വന്തമല്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകാം, എന്നാൽ ചിന്തകളെയല്ല. കാരണം അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. നിങ്ങൾക്ക് സംരക്ഷണം നൽകാനാവുന്നത് അവരുടെ ശരീരത്തിന് മാത്രമാണ്, അവരുടെ ആത്മാവിനല്ല. അവരുടെ ആത്മാക്കൾ കുടിയിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പോലും ചെന്നെത്താനാകാത്ത നാളെയുടെ കുടീരങ്ങളിലാണ്. നിനക്ക് അവരെ പോലെ ആകാൻ ശ്രമിക്കാം, അവരെ നിന്നെ പോലെ ആക്കാൻ ശ്രമിക്കരുത്, പ്രയത്നിക്കരുത്. ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല, ഇന്നലകളിൽ അത് അധിവസിക്കുന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളാവുന്ന ജീവനുള്ള അമ്പുകളെ മുന്നോട്ട് പറഞ്ഞേക്കുന്ന വില്ലാണതി. അനന്തമായ പാതയ്ക്കപ്പുറത്ത് വില്ലാളി ആ ലക്ഷ്യം കൃത്യമായി കാണുന്നുണ്ട്. അമ്പ് ലക്ഷ്യസ്ഥാനത്തെത്താനായി വില്ലാളി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് വില്ല വളയ്ക്കുന്നു. വില്ലാളിയുടെ കൈകളിലെ നിന്റെ നിമിഷങ്ങൾ ആനന്ദകരമാവട്ടെ. പതിയെ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന അമ്പിനെ പോലെ കൃത്യമായ വില്ലിനെയും അവൻ സ്നേഹിക്കുന്നു. ഇവിടെ വില്ലാളിയിൽ ഉദ്ദേശിച്ചത് ദൈവം എന്ന കാഴ്ചപ്പാടിനെയാണ്. വരികളെ ശ്രദ്ധിച്ചോ? എന്ത് മനസ്സിലായി? ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു അധ്യാപിക ആ കുഞ്ഞിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരുമ്പോ ആ കുഞ്ഞിനെ നിങ്ങളെ ആക്കാനാണോ ശ്രമിക്കേണ്ടത്? അതെ, അവരെ ഫ്രീ ആയിട്ട് അവർക്ക് നമുക്ക് സ്നേഹങ്ങൾ നൽകാം, സ്നേഹം നൽകാം, പക്ഷെ നമ്മളുടെ ചിന്തകളെ അല്ല അവർക്ക് നൽകേണ്ടതെന്നാണ് പ്രവാചകൻ ഇതിനകത്ത് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ വരികളെ, അതിന്റെ ആശയത്തെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാം. അധ്യാപകർ എന്ന നിലയിലും രക്ഷിതാക്കൾ എന്നുള്ള നിലയിലും. ഇനി രക്ഷിതാക്കളാകാൻ പോകുന്നവരും രക്ഷിതാക്കളും ഒക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ളത്. അപ്പോ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടിയാണെങ്കിലും നമുക്ക് നമ്മുടെ ചിന്തകളെ ഒരിക്കലും ആ കുട്ടിക്ക് ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. എങ്ങനെ ചിന്തിക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് അവർക്ക് വഴികൾ കാണിച്ചു കൊടുക്കുക. അതായത് ശരിയെ തിരിച്ചറിയാൻ, തെറ്റിനെ തിരിച്ചറിയാൻ, അത് സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. അങ്ങനെയല്ലേ ബ്രൂണറും ഒക്കെ പറഞ്ഞത് അല്ലേ? നമ്മൾ പഠിക്കുന്ന ബന്ധം തോന്നുന്നില്ലേ? ഉണ്ടോ? അതായത് കുട്ടിയുടെ ചിന്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്.
കുട്ടിയുടെ ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവന്റെ സർവ്വതോന്മുഖമായ വികാസത്തിനുള്ള ഒരു കൈത്താങ്ങ് നൽകുന്ന ആളായി മാത്രമാണ് നമ്മളെല്ലാം വർത്തിക്കേണ്ടത്, ഈ സമൂഹം മുഴുവൻ. അങ്ങനെയാണ് ഞാനിതിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമുക്കൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് പോവാം. ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് അഞ്ജു ടീച്ചർ പറഞ്ഞിരുന്നത്. ബ്രൂണറുടെ കാഴ്ചപ്പാടിലെ അധ്യാപകൻ അഞ്ജു ടീച്ചർ അല്ല, ആരാ പറഞ്ഞെന്ന് വെച്ചാ പറഞ്ഞു, എനിക്ക് എല്ലാരെയും കാണുന്നില്ലെന്നേ. അതെ, പിന്നെ പഠന പങ്കാളി അല്ലേ? ബ്രൂണറാണേ. പഠന പങ്കാളിയായിരിക്കണം, പഠനത്തെ സുഗമമാക്കുന്ന ആളായിരിക്കണം, പ്രശ്നപരിഹാരകനായിരിക്കണം, ജനാധിപത്യവാദിയായ സംഘത്തലവനായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബ്രൂണർ സഹപഠിതാവ്, അതാണ് പഠന പങ്കാളി അല്ലെ? ആണല്ലേ, നെറ്റ് ഇഷ്യൂ ആണ്. പിന്നെ വൈഫൈ അല്ലേ, അതിന്റെയൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി ബ്രൂണർ നിർദ്ദേശിച്ചിട്ടുള്ള പഠന രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? നമ്മൾ ഓരോന്നും നമ്മളെ ക്ലാസ്സുകളിൽ വ്യക്തമാക്കി. പഠന പങ്കാളി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അഞ്ജു ടീച്ചറെ? അഞ്ജു ടീച്ചർ പഠന പങ്കാളിയാകുമ്പോ എങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ക്ലാസ്സിൽ? എങ്ങനെയൊക്കെയാണ് പഠന പങ്കാളിയാവുക? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ല. പഠന പങ്കാളി, അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. പഠന പങ്കാളിയാകുക എന്നതുകൊണ്ട് ടീച്ചർ എങ്ങനെയാണ് ക്ലാസ്സിൽ കുട്ടികളുടെ പഠന പങ്കാളിയാകുന്നത്? ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാ, റെക്കോർഡ് ആവാത്തോണ്ട് ഞാൻ ഒന്നുകൂടി എടുക്കുക, ഒന്ന് ഓർത്തെടുത്തേ. പഠന പങ്കാളി കോലേണർ, കൂടെ പഠിക്കുന്ന ആളല്ലേ, സഹപഠിതാവ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞാ നമ്മൾ പറഞ്ഞത്? ഒരു ഞാൻ എങ്ങനെ മറുപടി പറയണമെന്ന് പറഞ്ഞു തന്നായിരുന്നു. അതായത് നമ്മള് പാഠഭാഗത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ആ പാഠഭാഗം ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ നമ്മളത് ക്ലാസ്സിൽ നടത്തും എന്ന് പറഞ്ഞു അല്ലെ? പിന്നെയും ചെറുതായി പാലപ്പം എന്ന് പറയുന്ന പാഠം നമ്മൾ എടുത്തു. അതേക്കുറിച്ചായിരുന്നു ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു തന്നത്. പറഞ്ഞു. പങ്കെടുക്കണം. അതുപോലെ കുട്ടികളുടെ ഇഷ്ടങ്ങൾ ചോദിക്കാം അല്ലെ? അവരുടെ താല്പര്യങ്ങള്, വ്യത്യസ്തമായ ടേസ്റ്റ് ഒക്കെ പറയും. നമുക്ക് അയ്യോ എന്ന് തോന്നും, എന്നാലും ചിലപ്പോ എനിക്ക് ഉപ്പും പഞ്ചസാരയും കൊടുത്ത് കലർത്തി നോക്കിയാൽ കൊള്ളാം, അതില് പുളിയും കൂടി ചേർത്താൽ കൊള്ളാം എന്നൊക്കെ കുട്ടിക്ക് തോന്നും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് സമ്മതിച്ചു കൊടുത്ത് ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയൊരു പലഹാരം അവിടെ ക്ലാസ്സിൽ നിർമ്മിക്കാനോ ആ ഒരു രീതിയിൽ 1-ാം ക്ലാസ്സിലെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് പറഞ്ഞത്. അതുപോലെ ഇപ്പം 2-ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പഠന പങ്കാളിയാകാനായിട്ട് ഇപ്പൊ പിന്നെ നമുക്ക് അതായത് ഒരു പാഠമുണ്ട്, പിന്നെ ഒരു
എന്താണ് ചാപ്റ്ററിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് കേശൻ രാജാവിന്റെ തോട്ടത്തില് ഒരു പൂവ് നഷ്ടപ്പെടുന്നത്, ഒരു ചെടി ചിന്നനെല്ലിയോ എന്തോ പോയി ആ നല്ല സുഗന്ധമുള്ള പൂവൊക്കെ പറിച്ചു കൊണ്ടുവരുന്ന ഒരു പാഠമുണ്ട്. അപ്പൊ അതിനകത്ത് നടീല വസ്തുക്കളെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കാനുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നട്ടാലാണ് വളരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങള് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സഹപഠിതാവായിട്ട് അല്ലെങ്കിൽ പഠന പങ്കാളിയായിട്ട്. കേൾക്കല്ലയോ? അതെ, നമുക്കിപ്പോ ജൈവ വൈവിധ്യ ഉദ്യാനമുണ്ട്, പച്ചക്കറി തോട്ടമുണ്ട്, അല്ലേ? സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനവും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഒന്നുകൂടി വിപുലപ്പെടുത്താനായിട്ട് അധ്യാപികയ്ക്കും കുട്ടികൾക്കും കൂടി ചേർന്നുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാം. ഈ പഠന പങ്കാളിയാകുമ്പോൾ കുട്ടിക്ക് അവിടെ താനും അധ്യാപികയും ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ടാവുന്നു. തങ്ങളിൽ നിന്ന് വിഭിന്നരല്ല അധ്യാപകരെന്നും അവര് തങ്ങളുടെ പഠന പങ്കാളിയാണ്, പഠന പങ്കാളി മാത്രമല്ല തന്റെ മെന്ററാണ്, തന്നോടൊപ്പമുള്ള ഒരാളാണ്, തന്റെ സുഹൃത്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല് കുട്ടിക്ക് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഇടപഴകണം. ഇനി പഠനത്തിനെ സുഗമമാക്കുന്ന ആളാകുന്നത് എങ്ങനെയാണ്? അതെ 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 അതെ, തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് വേണ്ട ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പരീക്ഷണത്തിലേക്ക് കുട്ടിയെ നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷണം ഏതൊക്കെ രീതിയിൽ ചെയ്താൽ പിന്നെ നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്താമെന്ന നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒക്കെ നമുക്കതിനെ എന്താണ് ശരിയായ ദിശയിലേക്ക് എത്തിക്കാം. അവിടെയും കൈത്താങ്ങുകൾ നൽകിക്കൊണ്ടും ഒക്കെ നമ്മൾ പഠന പങ്കാളിയാവുന്നു, ഒപ്പം ചെയ്യുന്ന ഒരാളാവുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഇനി അടുത്തത് പഠനത്തിനെ സുഗമമാക്കുന്നത് എങ്ങനെയാണ്? അശ്വതി ടീച്ചറെ, പഠനത്തിനെ സുഗമമാക്കുന്നത് എങ്ങനെയാ? അതെ, നമ്മൾ ആ സാഹചര്യം ഒരുക്കുന്നതിൽ പോലും ശ്രദ്ധിക്കണം. പറഞ്ഞു ടീച്ചറെ. അതെ, പഠന സന്നദ്ധരാക്കുക. അതായത് കുട്ടികളെ നമ്മളുടെ തോണ്ടയ്ക്കൊക്കെ പറഞ്ഞതുപോലെ സന്നദ്ധത നിയമം, തോണ്ടയ്ക്ക് പറഞ്ഞതുപോലെ പഠന സന്നദ്ധരാക്കിക്കൊണ്ട് പഠനത്തെ നമുക്ക് സുഗമമാക്കാം. അതായത് പഠിക്കുന്ന സാഹചര്യത്തെ കുട്ടി ഇഷ്ടപ്പെടാൻ തയ്യാറാകണം, അവരെ പഠിക്കാൻ തയ്യാറെടുപ്പിക്കണം. അത് കുട്ടി നമ്മൾ ഇന്ന പാഠമാണ് പഠിക്കുന്നത്, ഈ പാഠത്തിന്റെ ആശയം ഇതാണ് എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് പറയല്ല. നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയൊക്കെയാണ് ഏറെക്കുറെ. ഇന്നിതാണ് പഠിക്കാൻ പോകുന്നത്, ഇന്ന് ജലദൗർലഭ്യമാണ് നമ്മളുടെ വിഷയം. നിങ്ങൾക്ക് അറിയില്ലേ ജലദൗർലഭ്യം ഇന്ന് പിന്നെ എന്താണ് മുറുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തിക്തഫലവും അതെന്താ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം പക്ഷെ കുട്ടിക്ക് അറിയുന്ന ഭാഷയിൽ അവൻ അറിയുന്നത് പോലെ അവന്റെ സാഹചര്യങ്ങളെ വിലയിരുത്തി അവൻ കടന്നു വന്ന കാര്യങ്ങളിലൂടെ അവനെ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയൊക്കെ ഈ പാഠം രസകരമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് കുട്ടിയെ പഠന സന്നദ്ധനാക്കാം. അതുപോലെ പഠനം സുഗമമാക്കാനായിട്ട് കുട്ടിക്ക് ഇഷ്ടമുള്ള രീതികൾ അവലംബിക്കുക. അതായത് കളി രീതി, അല്ലെ? നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് തന്നിരുന്നു, ഫ്രോബലിന്റെ കളി രീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഫ്രോബലാണ്, അല്ലെ? അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളെ കളി രീതിയിലൂടെ പഠിപ്പിക്കാം. ഗണിതമൊക്കെ അങ്ങനെ ആസ്വദിച്ച് പഠിക്കുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ആർക്കും ഗണിതം ഒരു വലിയൊരു പ്രയാസമുള്ള ഭാഗമേ അല്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകൻ അനായാസം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഗണിതം എനിക്ക് പേടി സ്വപ്നമായിരുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാര്യം കൂടുതൽ എഴുതണ്ട,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവര് പഠിച്ചത് ഇതുപോലെ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പഠിച്ച കുട്ടികളാണ്, ഗെയിമുകളിലൂടെ പഠിച്ചവരാണ്. അവര് ഈ ലാബിലൊക്കെ പോയിട്ട് അവര് കളി രീതിയിലൂടെ പഠിച്ചതാണ്, കമ്പ്യൂട്ടർ ഗെയിമിലൂടെ ഒക്കെ പഠിച്ച കുഞ്ഞുങ്ങളാണ്. അവരിഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, അവര് സ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കിയാ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ കണക്ക് പഠിച്ചപ്പോ ഒറ്റയുടെ സ്ഥാനവും പത്തിയുടെ സ്ഥാനവും ശരിയായ രീതിയിലാണോ മനസ്സിലാക്കിയതെന്നും കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇപ്പുറത്ത് ഒന്ന് കടമെടുത്തു, ഒന്ന് കടമെടുത്തു, രണ്ട് കടമെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞൊക്കെയാ പഠിച്ചത്. അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയാണോ? പത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു പത്താ കടമെടുക്കുന്നത് അല്ലേ? ഒരു പത്തിനെയാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ആ ഒരു രീതിയിലല്ലേ ഇവിടുന്ന് ഒരു ഒന്നിനെ ഇങ്ങോട്ട് എടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തെറ്റായ രീതിയിലാണ് എളുപ്പത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ശരിയായ രീതിയിൽ പഠിക്കണം, പഠിക്കുന്നതിന് എളുപ്പത്തിൽ പഠിക്കണം, കുട്ടിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പഠിപ്പിക്കാനും പറ്റണം. അപ്പൊ അതാണ് പഠനത്തെ സുഗമമാക്കുന്ന ആളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രശ്ന പരിഹാരകൻ എങ്ങനെയാണ് പ്രശ്ന പരിഹാരകനാകേണ്ടത്? കുട്ടിയുടെ മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ച് നേരിട്ട് അതിനെ പരിഹരിക്കുകയാണോ ചെയ്യേണ്ടത്? പറഞ്ഞോ. അതെ, ഇവിടെ പ്രശ്ന പരിഹാരകൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡയഗ്നോസ്റ്റീഷ്യൻ എന്നാണ്. അത് ആ ഒരു വേർഡ് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടി മനസ്സിലാവും. അത് ഡയഗ്നോസ് ചെയ്യുക അല്ലെ? ഒരു പ്രശ്നത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ എന്താണ്, രോഗത്തെ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? അതെ, ഇവിടെ പ്രശ്നപരിഹാരകൻ എന്ന് ഉദ്ദേശിച്ചത് കുട്ടിക്ക് മുന്നിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ച് അതിനെ പരിഹരിക്കുന്ന ആള്, അല്ലെങ്കിൽ അത് സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ആളെന്നല്ല, മറിച്ച് കുട്ടി ആ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി, എന്നാൽ ഇന്ന പ്രശ്നത്തിലൂടെ നീ പോകുന്നു, അതിന് ഇന്നത് ചെയ്യൂന്നല്ല, ആ സമയത്ത് അവന്റെ പ്രശ്നം മനസ്സിലാക്കി അവന് വേണ്ട കൈത്താങ് നൽകുന്നു. ഇപ്പൊ ഒരു കുഞ്ഞ് എഴുതുമ്പോ ധാരാളം തെറ്റുകൾ വരുന്നു എന്ന് വരിക. അവന് സത്യത്തിൽ അവന് ചിഹ്നങ്ങൾ അറിയാം, അക്ഷരങ്ങളൊക്കെ അറിയാം, പക്ഷെ അവൻ അശ്രദ്ധ മൂലമാണ് കൂടുതൽ തെറ്റുകൾ വരുത്തുന്നത്. അപ്പൊ നമുക്ക് അധ്യാപികയ്ക്ക് പറയാം, മോനെ എഴുതിയ വരികളിലൂടെ ഒന്നുകൂടി ഒന്ന് കടന്നു പൊക്കെ, ഒന്നുകൂടി ഒന്ന് നോക്കണേ, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തണേ എന്ന് പറയേണ്ടി വരും, ഇല്ലേ? എന്റെ മോനും അങ്ങനെയായിരുന്നു. അമൃത ടീച്ചറിന്റെ കുഞ്ഞും 2ാം ക്ലാസ്സിലാണ്, അങ്ങനെയല്ലേ തുടക്കത്തില്? അതെ, അശ്രദ്ധ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ടൈമിൽ അവര് വേഗത്തിൽ അങ്ങ് എഴുതി വെക്കുന്ന ധൃതിയിലായിരിക്കും. അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിക്കണേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോൾ അവര് സ്വയം തിരുത്തും. നമ്മള് കുട്ടികളെ തെറ്റ് തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഒരു നോട്ട് ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യണം, അധ്യാപകർ തെറ്റ് തിരുത്തണം. എങ്ങനെയാണ് തിരുത്തേണ്ടത്? അതിന്റെ സ്റ്റെപ്പ് പറഞ്ഞേ. ഇപ്പോഴും അതെ, എന്നിട്ടും തിരുത്തിയില്ല. അപ്പോഴോ ഊ ചിഹ്നവും തമ്മിൽ മാറിപ്പോകുന്നു. അവിടേക്കല്ലേ നമ്മൾ ക്രിയാ ഗവേഷണം നടത്തുക? അതെ, അങ്ങനെ ഒരു മാർഗമുണ്ട്. അത് അത്രയ്ക്ക് നമുക്ക് കടന്നു ചെല്ലണ്ട. പക്ഷേ തെറ്റ് തിരുത്താനുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് കുട്ടിയെ കൊണ്ട് പുനർവായന അല്ലെ, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി സ്വയം തിരുത്താനുള്ള അവസരം കൊടുക്കുക. എന്നിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഒന്ന് സൂക്ഷ്മമായി ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഒന്നുകൂടി നമുക്ക് എടുത്ത് സ്പെസിഫൈ ചെയ്ത് ചോദിച്ച് അവന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും അധ്യാപിക റെഡിങ് വെച്ച് കുഞ്ഞിന്റെ ബുക്കിൽ വരയ്ക്കാനേ പാടില്ല യഥാർത്ഥത്തിൽ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എന്നിട്ട്
അങ്ങനെയാണോ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതിനോട് ആലോചിച്ച് നോക്കണേ. അങ്ങനല്ല ചെയ്തിട്ടുള്ളത്. ഞാനൊക്കെ പരമാവധി കുട്ടിയെ അടുത്ത് വിളിച്ച് ഇവിടെ വായിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് അവരെ പെൻസിൽ കൊണ്ട് തന്നെ വായിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ തിരുത്തിക്കുന്ന ആളാണ് ഞാൻ. കുഞ്ഞുങ്ങളുടെ ബുക്കിൽ അധികം വരയ്ക്കാറില്ല. നമുക്ക് എളുപ്പം അതാണ്, നമ്മൾ തന്നെ നോക്കുന്നു, തെറ്റ് തിരുത്തുന്നു. രക്ഷിതാക്കൾക്ക് സന്തോഷം അതാണ്. അവര് പറയും ടീച്ചറെ പിന്നെ ഇതൊന്ന് തിരുത്തി കൊടുക്കണേ, ടീച്ചറെ നോട്ട് ചെക്ക് ചെയ്യണേ. ഞാനും രക്ഷിതാവ് എന്നുള്ള നിലയിൽ അധ്യാപകരോട് നോട്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ എന്റെ മോന് മാർക്ക് ഒരുപാട് കുറവ് വരും. ഞാൻ അവനെ കാണാതെ പഠിപ്പിക്കാറില്ല. കാര്യം നമ്മളിവിടെ കാണാതെ പഠിക്കുന്നതിനെ തള്ളി പറയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കാണാതെ പഠിപ്പിക്കുന്ന രീതിയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇത്രയും പഠിച്ച അധ്യാപകര് വീണ്ടും ചെയ്യുന്നത് വാക്കുകൾ കാണാതെ പഠിക്കൂ, സ്പെല്ലിംഗ് പഠിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന രീതിയായിരുന്നു. അപ്പൊ ഒരു ടീച്ചർ കുഞ്ഞിന്റെ ഡിറ്റേഷൻ ഇട്ടിട്ട് അവന് 0, 1, 2 അങ്ങനെയുള്ള മാർക്കുകൾ ഒന്ന് രക്ഷിതാക്കൾക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. പിന്നെ 2 കുഞ്ഞിന് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണത് അല്ലേ, മാർക്ക് കുറയുമ്പോ. ആണോ? അവരുടെ കോൺഫിഡൻസ് തന്നെ ഒരുവിധം പഠിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുന്ന കുട്ടികൾക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ ഞാൻ പറയും നമ്മുടെ രാജാക്കന്മാരാണ്. ഓരോ വീട്ടിലെയും രാജകുമാരിമാരെയാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. നമ്മൾ അവരെ അതേപോലെ തന്നെ വേണം നോക്കാൻ. അപ്പൊ ഞാന് ടീച്ചറിനോട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ടീച്ചറെ തെറ്റ് വരുത്തിക്കോട്ടെ, തെറ്റ് വരുത്തുമ്പോൾ ഒന്ന് വിളിച്ച് ഇത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അവൻ ഉറപ്പായിട്ടും തിരുത്തും. അവൻ സ്പെല്ലിങ്ങുകൾ കാണാതെ പഠിക്കാറില്ല, പക്ഷെ ഉച്ചാരണം വെച്ച് എഴുതാൻ പറഞ്ഞ ശ്രേയസ് അത് ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഒന്ന് ശ്രമിക്കണേ എന്ന് ഒരു അധ്യാപികയോട് അങ്ങോട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ എന്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഉച്ചാരണം കൃത്യമായി പഠിപ്പിച്ചിട്ട് ഉച്ചാരണം അനുസരിച്ച് എഴുതിപ്പിക്കുന്ന ആളാണ്. അവർക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നാറേ ഇല്ല. ഇപ്പൊ EIGHT അല്ലെ, അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ ഐറ്റ് എന്നുള്ള ഉച്ചാരണം IGHTക്ക് വരുന്നത്. അപ്പൊ അത് കുഞ്ഞിലേക്ക് ഉറപ്പിക്കാനായിട്ട് മോൻ എപ്പോഴും തെറ്റുന്ന വാക്ക്. അപ്പം 8 വരുന്ന കുറെ വാക്കുകൾ, അതായത് ഐറ്റ് വരുന്ന നൈറ്റ്, 8 അല്ലെ, പിന്നെ ഹൈറ്റ് അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ. അതെ, സൈറ്റ്. ഫോണറ്റിക്സ് വെച്ച് പഠിപ്പിക്കണം, പക്ഷെ ആരും ചെയ്യാറില്ല. അങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അവിടുത്തെ നല്ലൊരു മെത്തേഡാണ് ഫോണറ്റിക്സ് വെച്ച് പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മളും ലെറ്റർ ആയിട്ടല്ല പഠിക്കുന്നത്. പിന്നെ ആശയങ്ങളിൽ നിന്ന് വാക്കുകളിലേക്ക്, ആ വാക്കുകളിൽ നിന്ന് അവർ അക്ഷരങ്ങൾ തിരിച്ചറിയുന്ന രീതിയാണ്. സത്യത്തിൽ നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ABCD Z വരെയും വീട്ടുകാരും ഒക്കെ പറഞ്ഞും കണ്ടും ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. അവർക്ക് ബേസിക് നോളജ് ഉണ്ട് അക്ഷരങ്ങളെ കുറിച്ച്. അങ്ങനെ തന്നെയാണ് 1ലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ വലിയ പ്രയാസം അക്ഷരജ്ഞാനത്തിലില്ല. മലയാളം പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ ഉള്ളത് വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഓർക്കുക, മെമ്മറിയിൽ നിർത്തുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന ഉച്ചാരണ രീതി തന്നെയാണ്, ഫിനറ്റിക്സ് വെച്ച് പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് തന്നെ മോന്റെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഡെയിലി ആയിട്ട് അധ്യാപകർ വരികയും പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തരുടെ മെത്തേഡുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതും വലിയൊരു വിഷയമാണ്. അത് പൊതുവിദ്യാലയത്തിലെ ഒരു പ്രശ്നമാണ്, അധ്യാപകർ എപ്പോഴും അടിക്കടി മാറുന്നത്. അപ്പൊ ഇതേ ടീച്ചറിനോട് വീണ്ടും പറയേണ്ടി വന്ന ഒരു രീതിയായിരുന്നു വലിയ വാക്കുകൾ കൊടുക്കുക. നമുക്ക് 1ാം ക്ലാസ്സിന് സ്പെസിഫിക് വാക്കുകളുണ്ട്, ഇന്ന വാക്കുകൾ പഠിക്കുക എന്ന് ഓരോ പാഠവുമായിട്ട് ബന്ധപ്പെട്ട്. 2ാം ക്ലാസ്സിൽ അതുപോലെ നമ്മളിപ്പോ 1ന്റെ മലയാളം ഹാൻഡ് ബുക്ക് നോക്കിയപ്പോ കണ്ടില്ലേ ഇന്ന അക്ഷരങ്ങൾ പഠിക്കുക. അതുപോലെ അവര് തിരിച്ചറിയേണ്ട വാക്കുകളുണ്ട്. അതായത് 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ പാഠം ഒരു ആന്റിന്റെ പാഠമാണ്, ബെൻ ആൻഡ് സെൻ അല്ലെ. ബെന്നും സെന്നും കൂടി 2 ഉറുമ്പുകളാണ്. അവര് പാർക്കിൽ പോകുന്നത്. അപ്പൊ പാർക്കിലെ എക്യുപ്മെന്റ്സ് അവർക്ക് എളുപ്പമുള്ളത് അത് മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. ബെൻ, സെൻ എന്നുള്ള വാക്കുകളും ബിഗ്, സ്മോൾ, അതുപോലെ സീസോ, സ്വിങ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വാക്കുകൾ അത് മതി. ഇത് അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങള് നോട്ടി എന്നൊക്കെ ഉള്ള വാക്കൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. വെറുതെ പാസ്റ്റ് ടെൻസ്.
ഉം. അതെ അതെ. ഉം. ഉം. അറിയാൻ പറ്റും. അതെ. അതെ. അപ്പൊ നമ്മള് അധ്യാപകരാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മെത്തേഡ് ഇംഗ്ലീഷിലാണെങ്കിൽ ഫൺടെക് മെത്തേഡ്. അതുപോലെ മോൻ ഇവിടെ അറബിക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാനും അവിടെ പൊതുവിദ്യാലയത്തിൽ വിട്ടപ്പോ അവിടെ സ്ഥിരാധ്യാപികയില്ല. അതിന്റെ പ്രയാസം നന്നായിട്ട് മോന് ഞാൻ മദ്രസയിൽ വിട്ടാണ് അവനെ ലെറ്റേഴ്സ് പഠിപ്പിച്ചത്. അപ്പൊ അത്രയും ഭാഷയോട് ഇഷ്ടമുള്ളത് കൊണ്ട് അതൊരു നമുക്കൊരു വഴികാട്ടിയാവും ആയാലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടുമാണ് മോനെ അങ്ങനെ മദ്രസയിൽ വിട്ട് പഠിപ്പിച്ചത്. അപ്പൊ ഉസ്താദ് അവനെ ലെറ്റേഴ്സ് പഠിപ്പിച്ചു വെച്ചു. അത് നന്നായിട്ട് തന്നെ മദ്രസയിൽ നിന്ന് കയ്യിൽ കിട്ടുകയും ചെയ്തു. പക്ഷെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ട്യൂഷന് വിടുകയാണ്. ട്യൂഷനും പോകുന്നതും ട്യൂഷനായിട്ടല്ല പൊതുവിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ കുറച്ച് സമയം അവന് വേണ്ടി മാറ്റി വെക്കുകയാണ് അവന്റെ ഇഷ്ടം കാരണം. പക്ഷെ ഈ പറയുന്ന രീതിയിൽ പഠിപ്പിച്ചപ്പോ പുതിയ ഭാഷയാണ്, മൂന്നാമതൊരു ഭാഷ, സഹായിക്കാൻ പോലും മറ്റാരുമില്ല. പക്ഷെ ടീച്ചർ നമ്മൾ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ മെത്തേഡിലൂടെ കടന്നു പോയപ്പോ കുട്ടി പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തു. അതായത് അക്ഷരം കുഞ്ഞിനെ അറിയാം, ഉച്ചാരണം വെച്ച് നിങ്ങൾക്ക് അറിയാലോ, മിൻസിൻ ടീച്ചറിനോ മനുഷ്യ ടീച്ചറിനോ ഒക്കെ മനസ്സിലാവും അറബിക്ക് കൂട്ടി എഴുതുമ്പോൾ വ്യത്യാസമുണ്ട് അല്ലെ. നിങ്ങളുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ ആ കുട്ടി എഴുത്തുകള് പ്രയാസമുള്ളവരുണ്ട് വായിച്ചെടുക്കാനൊക്കെ. അപ്പൊ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നും എഴുതത്തില്ല എന്ന് പറഞ്ഞ് പിന്തള്ളപ്പെട്ട കുഞ്ഞ് 4 വാക്കുകളൊക്കെ എഴുതി അതിന്റെ ഉച്ചാരണവും രീതികളും പറഞ്ഞു കൊടുത്തു. ആ ഒരു രീതി. അപ്പൊ നമ്മുടെ മെത്തേഡുകള് അതെ. അത് പറഞ്ഞതാരാ? നോം ചോംസ്കി കേട്ടോ. നോം ചോംസ്കി. ചോംസ്കി പറഞ്ഞ ആശയമാണ് ലാഡ് അല്ലെ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്. അതെ. എല്ലാം അനുഷ ടീച്ചറിനെ സംബന്ധിച്ച് എല്ലാം എവിടെയൊക്കെ ഓർമ്മയുണ്ട്, ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി കേട്ടോ, വായിച്ചെടുത്താൽ. ഓക്കെ. അങ്ങനെ നമ്മള് പഠനത്തിനെ സുഗമമാക്കണം എന്ന് പറഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കണം. ജനാധിപത്യവാദിയായ സംഘത്തലവനെ കുറിച്ച് നമുക്ക് ഇനി ഡിസ്കഷന്റെ ആവശ്യമില്ല. നമ്മളെ ക്ലാസ്സുകളിൽ നിരന്തരം പറഞ്ഞതാണ് അല്ലെ. തുല്യ പരിഗണന, അത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയുന്നു. തുല്യ പരിഗണന കൊടുക്കണം. തുല്യ പരിഗണന എന്ന് പറയുമ്പോൾ പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ സാധാരണക്കാരെ പോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയല്ല, അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ടുള്ള തുല്യ പരിഗണന തന്നെയാണ് ക്ലാസ്സിൽ നടപ്പാക്കേണ്ടത്. അതായത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ, ഭിന്ന നിലവാരക്കാരായ കുഞ്ഞുങ്ങൾ ഒക്കെ ക്ലാസ്സിൽ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ട പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കണം. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിലോ വാത്സല്യത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് മാർക്ക് കൊടുക്കുന്ന കാര്യത്തിലോ പിശുക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു അധ്യാപികയും ചെയ്യാൻ പാടില്ല അല്ലെ. ജനാധിപത്യവാദിയായ സംഘത്തലവനായിരിക്കണം, എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്നവരായിരിക്കണം. ഇനി ആ ഇതേ ഉള്ളൂ ടീച്ചർ. ഒന്ന് തെറ്റ് കുട്ടി സ്വയം തിരുത്താൻ കുട്ടിയോട് പറയണം. എന്നിട്ടും അത് കണ്ടില്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ഈ ഒരു ഭാഗം വായിച്ചു നോക്കൂ എന്ന് കുട്ടിയോട് ഒന്നുകൂടി പറഞ്ഞ് അതിലൂടെ കടന്നു പോകണം. ഒരുവിധം ബോധ്യമുള്ള കുട്ടിയാണെങ്കിൽ അത് അവിടെ തന്നെ തിരുത്തും. എന്നിട്ടും കുട്ടി മനസ്സിലാക്കുന്നില്ല, അവനിലെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ക്രിയാ ഗവേഷണത്തിലോട്ടൊക്കെ കടന്നു പോകണം. അതല്ല എങ്കിൽ കുട്ടി അവിടെ തന്നെ സ്വയം തിരുത്തല് വരുത്തുന്നതാണ്. ഒരിക്കലും അധ്യാപിക കുട്ടിയുടെ തെറ്റ് പേന കൊണ്ട് വെട്ടിത്തിരുത്താൻ പാടില്ല. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ കുട്ടിയുടെ പഠന ഉപകരണ അല്ല പഠനോൽപ്പന്നങ്ങള് പോർട്ട്ഫോളിയോ ആക്കണമെന്ന് പറയും. പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഫയൽ ചെയ്ത് വെക്കുക എന്നാണ്. അത് കുട്ടിയുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന പഠനോൽപ്പന്നങ്ങളെല്ലാം അവന്റെ നോട്ട്ബുക്ക് ഉൾപ്പെടെ പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഓരോ പേജിലൂടെയും കടന്നുപോയി മുൻപുള്ള കാര്യങ്ങളും കൂടി തിരുത്താനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയില് ഇപ്പൊ അക്ഷരങ്ങൾ ഈ ഊച്ചിഹ്നം കൂടെ ഒക്കെ തെറ്റിപ്പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്രിയാ ഗവേഷണമൊക്കെ നടത്തിയ ശേഷം വീണ്ടും ആ തെറ്റ് തിരുത്താനായിട്ട് അവസരം കുറിച്ച് കൊടുക്കുക. സ്റ്റക്കായി അല്ലേ? വോയിസ് ബ്രേക്ക് ഉണ്ടോ?
ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ബ്രൂണർ നിർദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്രിയാ ഗവേഷണം ഒക്കെ നടത്തിയിട്ട് വീണ്ടും കുട്ടിയെ കൊണ്ട് സ്വയം തിരുത്താനായിട്ട് വീണ്ടും പേജുകൾ മറിച്ച് പഴയ പേജുകളിലേക്ക് പോകുന്നതും വീണ്ടും തിരുത്തുന്നതും ഒക്കെ നമുക്ക് അവലംബിക്കാവുന്ന മാർഗങ്ങളാണ്. കുട്ടി സ്വയം തന്നെ തെറ്റ് തിരിച്ചറിയണം, അവൻ സ്വയം തിരുത്തണം. ഇപ്പൊ മോന്റെ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോ അവനെ പഠിപ്പിച്ച അത് HM ആണ്. ഞാൻ അതായത് സാറിന്റെ ക്ലാസ് ആണ് 2ാം ക്ലാസ്. അപ്പോ എന്താ ഇതുപോലെ മറ്റധ്യാപകര്, അതായത് ഡെയിലി ആയിട്ടൊക്കെ വരുന്ന അധ്യാപകർക്ക് ട്രെയിനിങ് കിട്ടാത്ത അധ്യാപകരുണ്ടായിരുന്നു, ഒരു കോഴ്സിന് പോലും പോവാത്തവര്. അപ്പൊ അങ്ങനെ വന്നപ്പോ ക്ലാസ്സിൽ ബുദ്ധിമുട്ട് വന്നപ്പോ സാറിനോട് പറയുകയും സാറ് തന്നെ ക്ലാസ് എടുക്കുകയാണ് നിലവില് ചെയ്യുന്നത്. വീണ്ടും സ്റ്റെപ്പ് അല്ലേ? നിങ്ങൾക്ക് വോയിസ് കേൾക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണേ. നമുക്ക് വോയിസ് മതിയല്ലോ. റെക്കോർഡ് കിട്ടുമ്പോഴേ വോയിസ് ബ്രേക്ക് വരത്തില്ല, കാര്യം ഇവിടുന്ന് ഡയറക്റ്റ് ആയതുകൊണ്ട് വരത്തില്ലായിരിക്കും. ഇതുവരെ അങ്ങനെയല്ലേ? റെക്കോർഡ് വരുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പം വരാറില്ലല്ലോ, കേട്ട് നോക്കണേ. അപ്പോ സാറ് തന്നെയാണ്. അപ്പൊ പരീക്ഷ പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ടും പറയാം, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. സാറായിട്ട് അതിൽ വെട്ടി തിരുത്തില്ല, എന്നാലും അവിടെ ഇവിടേക്ക് ചെറിയ തിരുത്തുകൾ വരുത്തിയ ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് സാറ് സ്വയം തിരുത്താനുള്ള അവസരം പരീക്ഷ പേപ്പറിൽ പോലും കൊടുത്തു എന്നുള്ളതാണ്. അത് നല്ലൊരു രീതിയാണ്. കാരണം ക്ലാസ്സിൽ കുഞ്ഞിന്റെ കോൺഫിഡൻസ് നമ്മൾ വരയ്ക്കുന്ന കണക്ക് വാരി വലിച്ച റെഡിങ് കൊണ്ട് വരച്ചിടാത്തത് തന്നെയാണ്. നമ്മൾ വരയ്ക്കുന്ന വര അവരുടെ ഹൃദയത്തിലാണ് കൊള്ളുന്നത് എന്ന് ഓർക്കണം. നമ്മൾ കോറി വരയ്ക്കുന്നത് പരീക്ഷ പേപ്പറിലല്ല, കുഞ്ഞിന്റെ ഹൃദയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുക്ക് മാർക്ക് നമ്മൾ അതിനൊന്നും മാർക്ക് കുറയ്ക്കാൻ പാടില്ല. കാര്യം അവനിൽ ആശയമുണ്ടോ, ആ ആശയം അവൻ വ്യക്തമായി പ്രകടിപ്പിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ അല്ലേ? അതിന് നമ്മൾ യുക്തിപൂർവ്വം നമുക്ക് തന്നിട്ടുള്ള സൂചകങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ചെയ്യാം. അവിടെ കുട്ടിക്ക് സ്വയം തിരുത്തലിന് അവസരം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും. പരീക്ഷയാണ് എന്ന് കരുതി അവര് ആ ഒരു ടെൻഷൻ കുഞ്ഞിനുണ്ടെങ്കിൽ ആ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ കുറച്ചുകൊണ്ട് ഇത് വലിയൊരു മത്സരമല്ല എന്നുള്ള ബോധ്യത്തിലൊക്കെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിയെടുക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും. പിന്നെ ഇനി ബ്രൂണർ നിർദ്ദേശിച്ചിട്ടുള്ള പഠന രീതികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് കണ്ടെത്തൽ പഠനവും സഹകരണാത്മക പഠനവും സംവാദാത്മക പഠനവും സഹവർത്തിത പഠനവും അല്ലേ? ആണോ? അതില് കണ്ടെത്തൽ പഠനത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് സംവാദാത്മക പഠനത്തെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സംവാദം എന്നതുകൊണ്ട് എന്താണ്? അടിയുണ്ടാക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? സംവാദാത്മക പഠനം പറഞ്ഞു. ആശയങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കണം? ഇപ്പൊ നമ്മുടെ ഹണി റോസിന്റെ പ്രശ്നം നടക്കുക അല്ലേ? ബോബി ചെമ്മണ്ണൂര് ഹണി റോസിന്റെ പ്രശ്നം നടക്കുക. നിങ്ങൾ കണ്ടില്ലയോ? അതിനകത്ത് 100 കമന്റുകളുണ്ട്. ഇത്രയും മോശമാക്കി ഒരാള് സംസാരിച്ചെങ്കിലും ആ സ്ത്രീയുടെ വേഷവിധാനം ശരിയല്ല എന്നതിനെ മാത്രം പിടിച്ചുകൊണ്ട് സാമൂഹിക നിരീക്ഷകൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആരാണ്? രാഹുൽ ഈശ്വറൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടു അല്ലെ? വസ്ത്രവിധാനം എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ന് പറയുന്ന വസ്ത്രവിധാനമായിരിക്കും നമുക്ക് ധരിക്കാത്തതായിരിക്കും. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യാറ് അല്ലെ? അത് അവരുടെ ഇഷ്ടം അല്ലെ? എന്ന് കരുതി അവരെ എല്ലാവരും പൊതു മധ്യത്തില് അസഭ്യമായി പറയണം. അതും പ്രത്യേകിച്ച് അത് മറ്റുള്ളവരൊക്കെ നോക്കിക്കാണുന്ന വലിയൊരു വ്യവസായ പ്രമുഖൻ അല്ലെ? പലരും റോൾ മോഡൽ ആക്കുന്ന ആള്. ഇങ്ങനെയുള്ളവരെ പബ്ലിക്കായിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തണമെന്നാണോ പറയുന്നത്? അത് ശരിയാണോ?
ഇവിടെ തന്നെ ഇപ്പൊ 2 അഭിപ്രായം വരും ഇല്ലേ? നമ്മൾ കമന്റ് സെക്ഷനിൽ കണ്ടു അല്ലെ, 2 അഭിപ്രായം കണ്ടു. അപ്പൊ അത് നമുക്ക് പറയാം, നമുക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. പക്ഷെ ആ അഭിപ്രായം പറയുന്നത് ജനാധിപത്യപരമായിട്ട് ആയിരിക്കണം. അതായത് ഒരാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അവിടെ അടി കൂടുകയല്ല ഇപ്പൊ കാണിക്കുന്നത്. നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് പരസ്പര ബഹുമാനമില്ലാതെയുള്ള സംവാദങ്ങളാണ്. അടി, വഴക്ക്. ഒരു സംവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താണ് ശ്രീകണ്ഠനായരൊക്കെ പണ്ട് സംവാദമൊക്കെ നടത്തിയിരുന്നു അല്ലെ? അവിടെയൊക്കെ അടികൾ നടന്നിരുന്നു. നമ്മളൊക്കെ അത് രസകരമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ സംവാദം എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നതാണ് സംവാദം അല്ലേ? എതിർത്തുള്ള ആശയവും കാണും. എന്താ ടീച്ചറെ? അതെ, അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരവോടുകൂടി തന്നെ അവരുടെ ആശയത്തെയാണ് നമ്മൾ ഖണ്ഡിക്കുന്നത്, ആ വ്യക്തിയെയല്ല. ഒരിക്കലും വ്യക്തികളെ ഹത്യ ചെയ്യുന്ന കണക്കായിരിക്കരുത് സംവാദാത്മക പഠനം നടക്കേണ്ടത് അല്ലെ? ഇവിടെ സംവാദാത്മക പഠനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ചിന്തോദ്ദീപകമായ രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലെ? ഇതേക്കുറിച്ച് നമുക്ക് വൈഗോട്സ്കിയിലൂടെ വരുമ്പോ കുറച്ചുകൂടി നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാര്യം ഈ ആശയം കൊണ്ടുവരുന്നത് ആരാ? ഇതൊക്കെ കൊണ്ടുവന്നത് വൈഗോട്സ്കിയാണ്. കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഊന്നൽ കൊടുത്തത് ബ്രൂണറാണ് അല്ലെ? അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി മികച്ച പഠനത്തെ സാധ്യമാക്കാനായിട്ട് കുട്ടിക്ക് എന്തൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞത്? ഒന്ന് പഠനോന്മുഖനാക്കണം, പിന്നീട് പിന്നെ കുട്ടിക്ക് അനായാസ വിജ്ഞാനം കിട്ടാൻ കഴിയുന്ന തരത്തില് പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞു. കുട്ടിയിലെ പഠനോന്മുഖത സൃഷ്ടിക്കണം. അതിനുശേഷം കുട്ടിക്ക് അനായാസം പിന്നെ എന്ത് നോളജാണോ നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുതകുന്ന തരത്തില് ഉള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായി ക്രമീകരിക്കണം അല്ലെ? അത് കഴിഞ്ഞിട്ടോ ഫലപ്രദമായ രീതിയിൽ ആ ക്രമീകരിച്ച പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കാൻ അധ്യാപികയ്ക്ക് കഴിയണം. പിന്നീടോ ഇങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാല് ഈ പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പ്രതികരണം ഉണ്ടാവും അല്ലെ? അവർ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ആശയങ്ങൾ വ്യക്തമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഇവിടെ വ്യവഹാരവാദികളുടെ ആശയം കൂടി ഉണ്ട്. പ്രബലനം അല്ലെങ്കിൽ ധനപ്രബലനം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ കൂടി ഇവിടെ പ്രാവർത്തികമാവുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വ്യവഹാരവാദത്തിലെയും ശരിയായ കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ നല്ല ആശയങ്ങളെ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അല്ലെ? ഇനി ബ്രൂണർ പറഞ്ഞ ഒരു കാര്യമാണ്, ആളുകളെ ലോകത്തെ നോക്കിക്കാണുന്നത് സാജാത്യ വൈജാത്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാജാത്യ വൈജാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്യം മിടുക്കി. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം ടീച്ചറാ, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുന്ന ടീച്ചറാ ഇപ്പൊ പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. സാമ്യ വ്യത്യാസങ്ങൾ അല്ലേ? സാമ്യ വ്യത്യാസത്തിനെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്, ആളുകളെ ലോകത്തെ തന്നെ വ്യാഖ്യാനിക്കുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ കണ്ടാലും സാമ്യത്തിന്റെയും വ്യത്യാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് വസ്തുതകളെ തരംതിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കുട്ടികളിൽ തരംതിരിക്കാനുള്ള അല്ലെങ്കിൽ വർഗീകരിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കണം, വർഗീകരണ ശേഷി കുട്ടികളിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞവരാണ് ഇവരൊക്കെ അല്ലെ? ജ്ഞാനനിർമ്മിതിവാദികളും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദികളും. ഈ സാജാത്യ വൈജാത്യങ്ങൾ എന്നുള്ള സെന്റൻസ് കണ്ടപ്പോ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് കരുതിയേ ഉള്ളൂ. ഇനി കണ്ടെത്തൽ പഠനം കുട്ടിയെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? കണ്ടെത്തൽ പഠനത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് എന്തൊക്കെ ശേഷികൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്?
സ്ഥിരം പ്രക്രിയാശേഷികൾ അല്ലെ കുട്ടികൾ ആർജിക്കുന്നു. അതെ, അത് വെരി ഗുഡ്. അതായത് കുട്ടികൾക്ക് അഭിപ്രേരണ നിലനിർത്താൻ കഴിയും അല്ലെ. അഭിപ്രേരണ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മൾ അധ്യാപകർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അധ്യാപകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ അഭിപ്രേരണ നിലനിർത്തലാണ് എന്ന് നമ്മൾ പറയണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ കണ്ടെത്തൽ പഠനം നമുക്ക് അതിനൊരു പിന്നെ സഹായകരമായ ഉപാധിയാണ്. കണ്ടെത്തൽ പഠനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നില്ല, കുട്ടിയെ നമുക്ക് വീണ്ടും ഒരു അഭിപ്രായം കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം പ്രശ്നം അവരുടെ മുന്നിൽ ഓൾറെഡി നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളും അധ്യാപിക സൂചനകളിലൂടെ അവന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അപ്പൊ ഇനി അവൻ ആ കണ്ടെത്തലിലേക്ക് കടക്കുകയാണ്. അപ്പൊ അത് കണ്ടെത്തിയേ പറ്റൂ അവന്. കാര്യം അവന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട അസന്തുലിതാവസ്ഥ അവൻ എന്ത് ചെയ്യണം, സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടെയാണ് ശരിയായ രീതിയിൽ അറിവ് ഉണ്ടാവുക. ഈ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ കണ്ടെത്തൽ പഠനം ഒരു കുട്ടിയെ സഹായിക്കും അല്ലെ. അപ്പൊ ഈ കണ്ടെത്തൽ പഠനത്തിലൂടെ പോകുന്ന കുട്ടി പ്രശ്ന പരിഹരണം എന്ന ശേഷി നേടൂ. ഈ പ്രശ്ന പരിഹരണം എന്ന ശേഷി നേടുന്ന കുട്ടി എന്തൊക്കെ മൂല്യങ്ങൾ നേടുന്നുണ്ട്? മൂല്യോ അല്ലെ മനോഭാവമോ എന്തൊക്കെ നേടുന്നുണ്ട്? അവൻ ജീവിക്കാൻ പ്രാപ്തനായി കഴിഞ്ഞു അല്ലെ. അങ്ങനെ പറഞ്ഞൂടെ? കിട്ടും. അതുപോലെ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ സൂയിസൈഡ് കൂടുകയാണോ കുറയാണോ? ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ മരണപ്പെട്ടു, വാർത്തകളിൽ വന്നിരുന്നു കേട്ടോ. അപ്പൊ അത് അവിടെ പൊതുവിദ്യാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ ഒന്നുകൂടി പറഞ്ഞതാണ്. അതായത് ഈ പ്രശ്ന പരിഹരണ ശേഷിയിലൂടെ കടന്നുപോയ കുട്ടിയായിരുന്നെങ്കിൽ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവൻ തയ്യാറായിരുന്നെങ്കിൽ അല്ലെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വാടി തളരുന്ന കുഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ മോൻ വീണ് കഴിഞ്ഞാലും പോയി എടുക്കാറില്ല, ചെറുതിലേ അങ്ങനെയാണ്. വലിയ വീഴ്ച നമ്മുടെ ഉള്ളു പിടയും, ഭയങ്കര വേദനയായിരിക്കും. അവൻ വീഴുന്ന കാണുമ്പോ, അവൻ കരയുന്ന കാണുമ്പോ, അവന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോ എന്താ ഹൃദയം മുറിക്കുന്ന വേദന നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അത് പുറത്തേക്ക് അങ്ങനെ കാണിക്കില്ല. പക്ഷെ ആവശ്യമുള്ള സന്ദർഭത്തിൽ കാണിക്കുകയും വേണം. കാരണം എനിക്ക് എന്ത് പറ്റിയാലും അമ്മയ്ക്കൊന്നും ഇല്ലേ എന്നൊക്കെ ചിന്തിക്കരുത്. അമ്മയ്ക്ക് വേദന ഉണ്ടെന്നും അവന് മനസ്സിലാവണം. പക്ഷെ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ അവനെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അപ്പം വീണ് കഴിഞ്ഞാല് ഓക്കെ സാരമില്ല, എണീറ്റോ, നീ കരഞ്ഞാൽ ആ വേദന പോകൂല അല്ലേ. മോന് വീണാലും അമ്മയ്ക്കും വേദനിക്കും. എന്റെ അടുത്ത് ചിലപ്പോ ഇങ്ങനെ വന്ന് ചോദിക്കാം, അമ്മയ്ക്ക് ഇന്ന് ഇടത്തെ കൈ വേദനിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ അതെന്താന്ന് ചോദിക്കുമ്പോ എനിക്ക് അവിടെ വേദനിച്ചായിരുന്നു എന്ന് പറയും. അപ്പൊ അമ്മയ്ക്ക് മോന്റെ കൈ വേദനിച്ചാൽ അമ്മയ്ക്കും വേദനിക്കും എന്നൊരു തോന്നൽ അവനുണ്ട്. പക്ഷെ ഞാൻ ഓടിച്ചെന്ന് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം അവൻ അറിയാം, അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നീ വീഴുമ്പോ അമ്മ ഉണ്ടാവണമെന്നില്ല, ചാടി എണീക്കണം അല്ലെ. അതുപോലെ തന്നെ കുഞ്ഞിനെ സംബന്ധിച്ച് പിന്നെ ഞാൻ നല്ലൊരു അമ്മയാണെന്നോ ഒന്നും അവകാശപ്പെടുന്ന ആളല്ല, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും അവനെ ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണത്. പിന്നെ ചെറിയ പ്രായത്തില് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കാറാകുമ്പോഴേ തന്നെ പിക്ക് ചെയ്തെടുക്കാറായ സമയത്തെ സേഫ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്തും പിന്നെ അവന്റെ സ്വന്തമായ ജോലികൾ ചെയ്യാനും പ്രാപ്തനാക്കിയതാണ്. അത് എനിക്കൂടെ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എപ്പോഴും കുഞ്ഞിനെ നോക്കാൻ പറ്റിയെന്ന് വരില്ല, എപ്പോഴും നമുക്ക് സഹായങ്ങൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടുണ്ടായൊരു നേട്ടം എന്ന് വെച്ചാല് ആ കുഞ്ഞിനെ നോക്കിയേ വേണ്ട, കുഞ്ഞിനെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കണ്ട, സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. പോയി കുളിച്ച് റെഡി ആവുമെന്നൊന്ന് നിർദ്ദേശം കൊടുത്താൽ മാത്രം മതി. ആള് കുളിച്ച് കുട്ടപ്പനായി യൂണിഫോം ഇട്ട് റെഡിയായി ബാഗ് ബുക്ക് എല്ലാ സാധനവും പറക്കി വെച്ച് അവന്റെ ജോലി ചെയ്ത് നിൽക്കും. അവൻ മാത്രമല്ല, അവന്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും അത് ചെയ്യുന്നുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ നമ്മള് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക. നമ്മളില്ലെങ്കിലും അവര് ജീവിക്കണം ആ ഒരു രീതിയിൽ. അപ്പൊ പ്രശ്ന പരിഹരണം പറയാൻ കാരണം ഈ അടുത്ത ഒരു സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം, ഇൻസ്റ്റഗ്രാമിൽ ഒരു മോൻ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. നിങ്ങൾ കണ്ടോ അത്? ആ കുട്ടി മരിച്ചു, ആൺകുട്ടി സൂയിസൈഡ് ചെയ്തു. മെസ്സേജ് അയച്ച ആൺകുട്ടി സൂയിസൈഡ് ചെയ്തു. പെൺകുട്ടിയുടെ രക്ഷിതാക്കള് അവനോട്
അവനെ വിളിച്ച് ചോദിക്കോ, വീടിനടുത്ത് അയൽക്കാരാണ്, ചോദിക്കുകയോ അടിക്കോ എന്തോ ചെയ്തു. ആ മനസ്സിന്റെ വിഷമത്തില് അവൻ പോയി സൂയിസൈഡ് ചെയ്തു. ഇത്രയും വിഷയമാക്കേണ്ട കാര്യമായിരുന്നില്ല. ചിലപ്പോ അടിച്ചവരും ഉദ്ദേശിക്കുന്നില്ല, അവരുടെ മക്കളെ അടിച്ച പോലെ ആയിരിക്കും അടിച്ചത്. പക്ഷെ ഒരു ഫെയിലിയറിനെ, ഒരു നാണക്കേടിനെ ഒന്നും ഫേസ് ചെയ്യാൻ അവര് വളർന്നില്ല അല്ലെ. നല്ലൊരു കുഞ്ഞ്, നല്ലൊരു മോൻ. അവന്റെ മുഖം കണ്ടാലേ നമുക്ക് അവൻ എന്തോ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊരു തോന്നിപ്പിക്കുന്ന ഒരു ഫേസ്. എന്നിട്ട് ആരും മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ തോന്നിപ്പോയി. അത് പറയാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങള് ഏതൊക്കെ ഫേസിലൂടെ കടന്നു പോകുന്നു, നമ്മള് രക്ഷിതാക്കളും അധ്യാപകരും കണ്ണു തുറന്ന് നോക്കണം. ഞാൻ എന്റെ പേരൻസ് മീറ്റിംഗിൽ പറയാറുണ്ട്, നമ്മുടെ കണ്ണ് തപ്പാൻ നോക്കിയിരിക്കുന്ന കഴുകന്മാരാണ് ചുറ്റുമെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും കണ്ണടയ്ക്കുന്നിടത്താണ് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമാവുന്നതെന്ന്. അതായത് ഇങ്ങനെ എന്താണ്, ലഹരിയുടെയൊക്കെ മാഫിയ ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടികൾക്ക് ചെറിയ വിഷമം ഉണ്ടെങ്കിൽ അതിനെ ഊതി പെരിപ്പിച്ച് വീട്ടുകാർക്ക് സ്നേഹമില്ല, അധ്യാപകർക്ക് സ്നേഹമില്ല, കൂട്ടുകാർക്കും ഇല്ല, ഞങ്ങളാണെല്ലാം ഈ ഒരു സാധനം ഒന്ന് ഉപയോഗിച്ച് എല്ലാം മറന്നു പോകും എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ പോലും തിരിച്ചറിയാതെ. അപ്പോ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും പ്രാപ്തരാക്കുക ചെറിയ ക്ലാസ്സിൽ തന്നെ, ശരിയും തെറ്റും തിരിച്ചറിയാം. അപ്പൊ അതിന് ഈ രീതികൾ സഹായിക്കും. ആ രീതികളൊന്ന് അധ്യാപകർ ഫോളോ ചെയ്യുകയും കൂടെ ചെയ്താൽ മതി അല്ലെ. പ്രശ്ന പരിഹരണ രീതി, പ്രശ്നങ്ങൾ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ കടന്നുപോയിട്ടായിരിക്കും അവൻ അതൊന്ന് പരിഹരിച്ചെടുക്കുക അല്ലെ. എല്ലാം ശരിയായ രീതിയായിരിക്കുമോ കുട്ടി കടന്നു പോകുന്നതെല്ലാം? എല്ലാ രീതിയിലും കടന്നു പോകുമ്പോ ഉത്തരം കിട്ടുമോ? കേൾക്കുന്നോ? അവിടെ എന്ത് സംഭവിക്കും? പരാജയം സംഭവിക്കില്ലേ? പരാജയം നടക്കില്ലേ? ശ്രമിക്കും, പരാജയപ്പെടും. അപ്പൊ അതല്ല വഴിയെന്ന് കണ്ടെത്തും. എഡിസണൊക്കെ ബൾബ് കണ്ടെത്തിയ പോലെ അല്ലേ? പെട്ടെന്നാണോ കണ്ടെത്തിയത്? അതെ. ആ പരാജയങ്ങളിൽ പലതിനും അദ്ദേഹം പേറ്റന്റ് മേടിച്ചു എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയല്ലേ കണ്ടെത്തലുകളിലൊക്കെ? എന്തൊക്കെയോ കണ്ടെത്തലുകൾ നടത്തിയതിന് എനിക്ക് ഈ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, കണ്ടെത്തലാണെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും അപ്പൊ അതുപോലെ തന്നെ അബ്ദുൽ കലാം സാറിന്റെ അഗ്നിച്ചിറകുകൾ വായിക്കുമ്പോ അവരുടെ എന്താണ് റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പരാജയത്തെ കുറിച്ചും അത് താങ്ങാനാകാത്ത അവസ്ഥയെ കുറിച്ചും ഒക്കെ കടന്നുപോയത് ഓർമ്മയുണ്ട്. ഒരുപാട് വർഷം മുമ്പാണ് വായിച്ചത്. അപ്പൊ സമൂഹത്തിൽ ആവട്ടെ, അല്ലെങ്കിൽ ഉയർന്ന എന്താണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാവട്ടെ, പ്രായമുള്ളവരാവട്ടെ, അനുഭവ സമ്പത്തുള്ളവരാവട്ടെ, അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പരാജയത്തെ ഭീതിയോടെ സമീപിക്കുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ? അപ്പൊ അവര് പരാജയപ്പെടട്ടെ, ആ പരാജയമാണ് വിജയത്തിന്റെ തുടക്കം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇനി പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങളുണ്ട് എന്നാണ് ബ്രൂണർ പറഞ്ഞത്. ആ തലങ്ങൾ ഒന്നുകൂടി പറയാണ്. പ്രവർത്തനോന്മുഖരാക്കൽ, അതായത് പഠിതാക്കളെ പ്രവർത്തനത്തിലേക്ക് പ്രചോദിപ്പിക്കൽ അല്ലെ. പിന്നെ ആ താല്പര്യം നിലനിർത്തൽ, പഠന സന്നദ്ധരാക്കി നമ്മൾ ആ താല്പര്യം കുട്ടികളിൽ നിലനിർത്തൽ, അതിനെ കെടാതെ ആ താല്പര്യത്തെ ജ്വലിപ്പിച്ച് നിർത്തൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാർഗനിർദ്ദേശമൊക്കെ നൽകിക്കൊണ്ട് ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിന് ശരിയായ ദിശാബോധം കൊടുത്തുകൊണ്ട് അവരെ ശരിയായ രീതിയിലുള്ള കൺക്ലൂഷനിലേക്ക് എത്തിക്കൽ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഒരു പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യൂ എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ക്ലാസ് റൂം അതിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. അതായത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നമ്മളോട് ഇന്ന തീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം, നിങ്ങൾ എന്ത് പ്രവർത്തനം ക്ലാസ് റൂമിൽ കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്ന് ചോദിക്കുക. എന്ത് പ്രവർത്തനം കൊടുക്കും എന്ന് വെച്ചാൽ നമുക്ക് പ്രവർത്തനം ഒന്ന് നേരിട്ട് പറയാൻ എളുപ്പമാണ്. അത് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഈ പ്രവർത്തനം കൊടുക്കുക എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലൂടെയും പോകണം. പ്രശ്നം അവതരിപ്പിക്കണം, അത് പ്രശ്നമായിട്ട് അവതരിപ്പിക്കണം, അല്ലെ പ്രശ്നമാണ് എന്ന് കുട്ടിക്ക് സ്വയം തോന്നണം, ആ രീതിയിൽ അവതരിപ്പിക്കണം. മാർഗങ്ങളിലൂടെ കൊണ്ടുപോകണം, ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ ചോദിക്കണം, കുട്ടികളുടെ താല്പര്യം നിലനിർത്തണം. ശരിയായ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ക്രോഡീകരണവും വിവരശേഖരണവും ഒക്കെ നടത്തി കുട്ടിയെ ശരിയായ പ്രശ്ന പരിഹരണത്തിലേക്ക് എത്തിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രവർത്തനങ്ങൾ പറയാനായിട്ട്. ഓക്കെ അല്ലേ?
ഇനി പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് ബ്രൂണർ കണക്കാക്കിയിരിക്കുന്നത് പഠിതാക്കൾ തമ്മിലുള്ള അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നതിനെയും അതുപോലെ അവിടെയാണ് കൊടുക്കൽ വാങ്ങലുകൾ, ആശയം കൊടുക്കുന്നു തിരിച്ചു വാങ്ങുന്നു അല്ലെ, അവിടെയല്ലേ നമ്മൾ സഹവർത്തിത പഠനം പറഞ്ഞത്. അപ്പൊ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായിട്ട് ബ്രൂണർ പറയുന്ന ഒന്നാണ് പഠിതാക്കൾ തമ്മിലുള്ള അനുഭവങ്ങളുടെയും ആശയങ്ങളുടെയും പരസ്പരം കൈമാറൽ, അതായത് കൊടുക്കൽ വാങ്ങലുകൾ. പിന്നീട് കണ്ടെത്തൽ, ഈ ആശയങ്ങളെ ഒക്കെ അടിസ്ഥാനമാക്കി കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കണ്ടെത്തലുകൾ, പുതിയ കണ്ടെത്തലുകൾ നടത്തൽ, അവയെ ക്രോഡീകരിക്കൽ, അതിനെ വാചികമായും ഒക്കെ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രകടിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും പറയാനും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബ്രൂണർ എന്ത് പറഞ്ഞു, ബ്രൂണറിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമ്മളോട് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ചോദിക്കില്ല. പിന്നെ എന്തിന് നമ്മൾ ഈ ടോപ്പിക് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ്. ഈ ആശയങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ദൈനംദിനാസൂത്രണ രേഖയിലും അതുപോലെ തന്നെ നമ്മളോട് ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലും ഈ ആശയങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ സംസാരിക്കും. അതിന് എന്റെ പിള്ളേർക്ക് പറ്റും ഇല്ലേ? പറ്റത്തില്ലയോ? ഇല്ലയോ? ഇല്ലെന്ന് ഞാൻ വെച്ചിട്ട് പോട്ടെ. ഏത് ചോദ്യം വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണോ? അതെന്താ സമയം എടുത്തേ പറയാൻ? കോൺഫിഡൻസ് ഇല്ലയോ? നമ്മൾ ഇത്രയും നേരവും നമ്മൾ പ്രശ്ന പരിഹരണത്തെ കുറിച്ചൊക്കെ ഇല്ലയോ പറഞ്ഞേ? എന്നാ പോട്ടെ. ജോലി ടീച്ചറെ, ശരിയായ പഠനത്തിലേക്ക് കുട്ടിയെ നയിക്കാനായിട്ട് ഭാഷ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് എന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു. അതിനോട് ജോലി ടീച്ചർ യോജിക്കുന്നുണ്ടോ? ശരിയായ പഠനത്തിലേക്ക് ഒരു കുട്ടിയെ നയിക്കാനായിട്ട് ഭാഷ ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെങ്കിൽ പ്രധാന ഘടകമാണ് എന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടതിനോട് ജോളി ടീച്ചർ യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പോരാ, കാരണം പറയണം. ആശയം എന്തോ ടീച്ചറെ? ആശയം എന്തോ? വ്യക്തമായിട്ട് പറഞ്ഞു. എങ്ങനെ? എങ്ങനെ? നാക്ക് പല്ല് തട്ടിച്ച് ഷ എന്ന് പറയണം. മറ്റേത് ഷായാണ്, നാക്ക് വളച്ച നമ്മള് ഷ പറയുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഷായാണ്. ആശയങ്ങൾ കേട്ടോ, ആശയങ്ങൾ പറഞ്ഞു. ഏത് ഭാഷയാ വേണ്ടേ? ജാപ്പനീസ് ഭാഷയിൽ വന്ന് കുട്ടിയോട് പറഞ്ഞാൽ മതിയോ? ചൈനീസ് ഭാഷ, കുട്ടിയുടെ മനസ്സിന്റെ ഭാഷ, മാതൃഭാഷ. അതെ, കുറച്ചും കൂടി ഒന്ന് സാഹിത്യവൽക്കരിച്ച് ജോളി ടീച്ചർ അത് മനസ്സിന്റെ ഭാഷ എന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അപ്പം ശരിയായ പഠനത്തിലേക്ക് അല്ലെങ്കിൽ പഠനത്തെ ത്വരിതപ്പെടുത്താൻ അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വാക്കുകൾ വരുമ്പോൾ ഉപയോഗിക്കണം. അപ്പം പഠനത്തെ ത്വരിതപ്പെടുത്താൻ ഭാഷ സഹായകരമാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആ ഭാഷ കുട്ടിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയാകണം എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. അതായത് കുട്ടിയുടെ മാതൃഭാഷയിലൂടെ ആയിരിക്കണം കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള പഠനം അർത്ഥപൂർണമായിരിക്കും. കുട്ടിക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഷ തന്നെ അവിടെ പ്രയോഗിക്കണം. കുട്ടി ജനനം മുതൽ കേൾക്കുന്ന ഭാഷയിലാണ്.
കോത്താരി ഏതാ? ആദ്യം പറഞ്ഞത് അതെ, നമുക്കത് നോക്കിയിട്ട് പറയാം. ഓക്കെ. 3 ത്രിഭാഷ പറഞ്ഞതും ഇതും എല്ലാം കൂടെ എനിക്കൊന്നും ഒരു കൺഫ്യൂഷൻ. നോക്കിയിട്ട് പറയാം, വെറുതെ തെറ്റ് പറയണ്ട. അപ്പൊ ജനനം മുതല് അല്ലെ, ജനനം മുതല് കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് അവനെ സഹായിക്കുന്നത് അവന്റെ ഭാഷ തന്നെയാണ്. കുട്ടി ഭാഷ സ്വായത്തമാക്കിയതിനു ശേഷമാണ് അവൻ ആശയങ്ങള് അവന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്. അതിനു മുമ്പ് കുട്ടിയിൽ ആശയങ്ങളുണ്ട്, പക്ഷെ അതിനെ അവന് കൃത്യമായ രീതിയിലൊന്നും പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഈ ഭാഷ സ്വായത്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ ആശയ അല്ലെങ്കിൽ ഭാവന വികസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടി എന്താണ് അവന്റെ വൈജ്ഞാനിക ഘടനയിൽ വികസനം സംഭവിക്കുന്നതും കുട്ടി വ്യക്തമായി കാര്യങ്ങൾ ആശയങ്ങൾ പറയുന്നതും ഒക്കെ അവന്റെ ഭാഷയിലൂടെയാണ്. അപ്പോൾ ശരിയായ പഠനത്തിന് ഭാഷ അവിഭാജ്യ ഘടകം തന്നെയാണ്. ആ ഭാഷ അവന്റെ മാതൃഭാഷയാകുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് വഴക്കമുള്ള ഭാഷയാകുന്നത് എപ്പോഴും പഠനത്തിന് സഹായകരമാണ്, അല്ലേ? ഇനിയാണ് വൈഗോട്സ്കിയിലേക്ക് എത്തിയപ്പോ 9 മണിയായി. എന്നാലും സത്യം പറഞ്ഞാല് കഴിഞ്ഞ റെക്കോർഡഡ് ക്ലാസ് ഫ്ലോപ്പായി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി എടുത്തെങ്കിലും അതേപോലെയാണോ എടുത്തത്? പലരും ആദ്യം കേൾക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നു. ചോദ്യത്തിന്റെ രീതി മാറിയോ? എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റിയോ? ഓർത്തെടുക്കാൻ പറ്റി. അതായത് നമ്മൾ എത്രത്തോളം അതിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോയാലും പുത്തൻ പോലെ ഇരിക്കരുത്. ആശയങ്ങൾ പറയാൻ പറ്റണം, പക്ഷെ മാറ്റങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാഷയിൽ മാറ്റം വന്നു. അൻഷി ടീച്ചറൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, കുറച്ചുകൂടി മലയാളം വന്നു. ജോളി ടീച്ചർ മലയാളം പറഞ്ഞു, വലിയ ജോളി ടീച്ചറെ അല്ലേ? കുറച്ചുകൂടി പദസമ്പത്ത് കിട്ടിയോ? വീട്ടില് സംസാരിക്കുന്ന രീതിയിലല്ലായിരുന്നു തുടക്കത്തില്. ഇപ്പൊ അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളും ഭാഷയും ഒക്കെ വരുന്നുണ്ട്. അതിനൊന്നും കയ്യിൽ നിന്ന് പോവാതെ ഒന്ന് മുറുക്ക പിടിച്ചോ. സ്കൂളിൽ പോയി ഉപയോഗിക്കരുത്, ഫൈനൊക്കെ കിട്ടുമായിരിക്കും ടീച്ചറിന്റെ സ്കൂളിൽ. അതെ. പിന്നെ വിഗോട്സ്കിയൻ കാഴ്ചപ്പാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് വ്യത്യാസം വിഗോട്സ്കിയൻ കാഴ്ചപ്പാടും പിയാഷയുടെ കാഴ്ചപ്പാടും? വക്താവാണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ വക്താവ്. അപ്പൊ അവിടെ എന്താ വ്യത്യാസം വന്നത്? സമൂഹവുമായിട്ടുള്ള ഇടപഴകലിലൂടെ അതെ അതെ, സാംസ്കാരികം എന്ന് പറയുന്ന ടേമും കൂടിയുണ്ട്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിനാണ് വൈഗോട്സ്കി ഊന്നൽ നൽകിയത്. വൈഗോട്സ്കി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് പ്രചാരണം ലഭിച്ചിരുന്നില്ല, അല്ലെ? അറിയാമോ? 1896 മുതൽ 1934 വരെയാണ് വൈഗോട്സ്കിയുടെ കാലഘട്ടം. പക്ഷെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം നോട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷെ മരണത്തിന് ശേഷം മകളോ എന്തോ ആണ് ഈ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ഇടയായത്. മകളൊക്കെയാണ് ഇത് കൂടുതൽ പുറം ലോകത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷമൊക്കെയാണ് ആളുകൾ ഇത് അംഗീകരിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ആശയങ്ങളെയൊന്നും ആരും അത്ര ഉൾക്കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ബ്രൂണറൊക്കെ ഇദ്ദേഹത്തിനെ പിന്താങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിപുലീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് 1980-കൾക്ക് ശേഷമാണ്, 34-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 80-ന് ശേഷമാണ് ഇത് വ്യക്തമായ രീതിയിൽ ഇതിന് പ്രാതിനിധ്യം ലഭിച്ചത്. അതിനുശേഷമാണ് നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലയോ? വൈഗോട്സ്കിയുടെ ആശയങ്ങള് അതേ കാലഘട്ടം പിയാഷയുമായിട്ട് യോജിക്കാത്ത ആളായിരുന്നു വൈഗോട്സ്കി. അതായത് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുവെങ്കിലും അതിലെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും കൂടി ഉൾപ്പെടുത്തിയ ആളാണ് വൈഗോട്സ്കി. അപ്പോ കാലഘട്ടം
ബയോളജിസ്റ്റ് ആണ്. പരിണാമ പ്രക്രിയക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് അഡാപ്റ്റേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അക്യുമിലേഷൻ. ആ അതെ, ജനറ്റിക് എപ്പിസ്റ്റമോളജിക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ അദ്ദേഹം സമൂഹത്തെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം കൊണ്ടുവന്നതാരാ? പിയാഷെയാണ്. അതിനുശേഷമല്ല ഇങ്ങനെ ചിന്താധാരയിലേക്ക് പിയാഷയുടെ ആശയത്തെ ചുവട് പിടിച്ചുകൊണ്ടാണ് വൈഗോട്സ്കിയൊക്കെ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതില് സമൂഹത്തിന് കൂടി പ്രാധാന്യമുണ്ട് എന്ന് ഊന്നൽ കൊടുത്തത് വൈഗോട്സ്കിയാണ്. അതിനുശേഷമാണ് ബ്രൂണർ അതിന് പ്രചരണം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിപുലീകരിച്ചത് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇന്നിവിടെ നിർത്തിക്കോട്ടെ. നാളെ തന്നെ ക്ലാസ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ സംസാരിക്കാത്തതാണ്. ഇപ്പൊ തന്നെ ചുമ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അതുകൊണ്ടാ. ഓക്കെ, ഇനിയേ അടുത്ത ദിവസം നിങ്ങൾ വായിക്കേണ്ടത് ഞാൻ പറയാം. അത് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുക. അത് ഉപകാരപ്പെടും. അതായത് നമ്മളുടെ ഈ ഒരു ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടുള്ളത് പേജ് നമ്പർ ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ DLEDന്റെ ടെക്സ്റ്റില് വൈഗോട്സ്കി കഴിഞ്ഞ് പേജ് നമ്പർ 35 മുതൽ, അതായത് ജ്ഞാന നിർമ്മിതിയെ സഹായിക്കുന്ന പ്രക്രിയകൾ, ക്ലാസ് റൂം സാധ്യതകൾ 35 മുതൽ 101 അതായത് സൈക്കോളജിയുടെ 101 സെമസ്റ്റർ 1ന്റെ ടെക്സ്റ്റിന്റെ 35 മുതൽ 42 വരെ. ഒരുപാടൊന്നുമില്ലത്. പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ, അത് ഞാൻ ഇപ്പൊ തരുന്നില്ല. അത് ഇത്രയൊന്ന് വായിച്ചൊക്കെ മനസ്സിൽ വെച്ചേക്കുക. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുസ്തകത്തിലൂടെ എല്ലാം കടന്നു പോകണം. അത് കണക്ക് ഹാൻഡ് ബുക്കിന്റെ ആദ്യത്തെ ഒരു 10 പേജ് വായിച്ചു വെച്ചേക്കാം. 1ാം ക്ലാസ്സിന്റെ ഫ്രണ്ട് പേജ് നമ്മൾ കുറച്ച് നോക്കിയായിരുന്നു. അശ്വതി ടീച്ചർ പിന്നെ 5ാം ക്ലാസ്സിന്റെ നോക്കണേ. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, ഡേറ്റ് വരുമ്പോഴേ അറിയാം. മിക്സ് ചെയ്ത് തന്നെ ആയിരിക്കും. മെയിനും സപ്ലി എല്ലാം ഒന്നിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ പത്രത്തിലൊക്കെ ഇങ്ങനെ വാർത്ത വന്നിരുന്നു, അതാത് ജില്ലയിൽ നടത്തണം, അതാണ് സൗകര്യം. ഇന്റർവ്യൂ ബോർഡിന് അവർക്ക് അതിനുള്ള ഫണ്ടിങ് ഒന്നും ഇല്ലാത്തോണ്ടേ യാത്രക്കൊക്കെ ഉള്ളേ. അതായത് ആലപ്പുഴയുള്ളവരൊക്കെ തിരുവനന്തപുരത്ത് വരണം, കോട്ടയത്തുള്ളവര് തിരുവനന്തപുരത്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ ബോർഡ് അംഗങ്ങൾ 2-3 ദിവസം വരണ്ടേ. അതുകൊണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഡേറ്റ് മാറുമോ ഒന്നും അറിയാൻ വയ്യ. പക്ഷെ അങ്ങനെ തിരുവനന്തപുരത്തും കൂടി വെച്ച് നടത്തിയാലേ ഫെബ്രുവരിയിൽ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പലയിടത്തും സ്ഥലപരിമിതിയുണ്ട്. ബാച്ച് എല്ലായിടത്തും കൂടെയൊക്കെ വെച്ചാലേ ഇതങ്ങ് തീരും. ഓക്കെ, സിക്സ്ത് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അത് തന്നെ. 6th വർക്കിംഗ് ഡേയില് നമ്മള് കണക്ക് കൊടുക്കത്തില്ലേ, തലയെണ്ണൽ. കുട്ടികളുടെ കണക്ക് 6th വർക്കിംഗ് ഡേയിലുള്ള കണക്ക് പ്രകാരമാണ് കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് സ്കൂളിൽ. ഡിവിഷൻ ഫോളൊക്കെ അതിനനുസരിച്ചാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആ 6th വർക്കിംഗ് ഡേക്ക് മുമ്പായിട്ട് പിള്ളേരെ ചേർത്തോണം എന്ന് പറയുന്നത്. ചിലരിങ്ങനെ വെച്ചേക്കും DC ഒക്കെ കൊടുക്കാതെ. ഈ എയ്ഡഡ് സ്കൂളുകാരൊക്കെ ഉണ്ടല്ലോ, മാനേജ്മെന്റ് ഇന്നിപ്പം ഗവൺമെന്റ് സ്കൂളിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അവര് പരമാവധി അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കും. പിടിച്ചു വെച്ചേക്കും DC ഒക്കെ. പക്ഷെ അതനുസരിച്ചാണ് ഫണ്ടൊക്കെ കിട്ടുക. അതായത് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്കൊക്കെ ഉള്ള ഫണ്ട് വേണ്ടേ.
ഒഴിവ് വരുന്നത് എല്ലാം 6th വർക്കിംഗ് ഡേയുടെ കണക്കനുസരിച്ച് ഡിവിഷൻ ഫോൾ ഉണ്ടായോ, അഡീഷണൽ ഡിവിഷൻ എന്താ കണക്ക് കൊടുക്കുന്നുണ്ട്, തലേണനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ എന്തോ ഫിക്സേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് ഉള്ള. അതായത് ഇതിൽ കണക്കുകൾ കൊടുത്തിട്ട് അതിനനുസരിച്ച് എത്ര ഒഴിവുകൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ചെയ്യുമല്ലോ. എടുക്കുക. അതാണ് ഏറ്റവും വലിയ തൊല്ല എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വേറെ എന്തെങ്കിലും, അതായത് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മറ്റു ജോലികൾക്ക് ഉപയോഗിച്ചുകൂടെയെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാം. അതായത് BRCയില് അല്ലെങ്കിൽ BRCയിലൊക്കെ അങ്ങനെയുള്ളവരെ വിടുന്നുണ്ട്, പ്രൊട്ടക്ഷനിലുള്ള അധ്യാപകരെ. പിന്നെ കോഴ്സുകൾക്ക് പഠന എന്തെങ്കിലും നിർമ്മാണം, ആ ഒരു രീതിയിൽ പഠനോപകരണങ്ങള്, റിസോഴ്സുകള്. പക്ഷെ അതൊന്നും സംഘടനകളൊന്നും സമ്മതിക്കില്ല. അതേപോലെ തന്നെ ആ ശിശുക്ഷേമ വകുപ്പിനകത്ത് ഒക്കെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഒക്കെ വെച്ചിട്ടേ ഈ കുട്ടികൾക്കെതിരെയൊക്കെ അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അധ്യാപകരും കൂടിയൊക്കെ ഇടപെട്ടാൽ മാറുന്നതല്ലേ? അങ്ങനെയൊക്കെ പദ്ധതികൾ വല്ലതും വന്നാൽ ഇങ്ങനെയുള്ള അധ്യാപകര് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിലുള്ളവര്, താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൂടെ എന്ന് ഇങ്ങനെ ആലോചിക്കും. പൊട്ടത്തരമാണോ സാങ്കേതിക വശമൊന്നും അറിയില്ല. പക്ഷെ എന്തിനാ നമ്മുടെ കഞ്ഞി പാറ്റയിടാനായിട്ട് പിടിച്ചു നിർത്തുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷെ പ്രൊട്ടക്ഷൻ കൊടുക്കാനും പൈസ കൊടുത്ത് കയറുന്ന മാനേജ്മെന്റിലെ കയറുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് കയറാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് അനീതിയാണ്. അതാണ് പ്രശ്നം. ഓക്കെ, എല്ലാം ശരിയാവും അല്ലേ? നമുക്ക് നെഗറ്റീവ്സ് ഒന്നും പറയണ്ട, എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ ദിവസവും വായിക്കാത്ത പഠിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത്. ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത ഒരൊറ്റ ദിവസവും കടന്നു പോകരുത്. എല്ലാ ദിവസവും വായിക്കുക, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പുസ്തകം വായിച്ചായിരുന്നോ ടോട്ടോച്ചാനൊക്കെ PDF ഇട്ടിട്ട്? വേറെന്തോ വായിച്ചേ? അമൃത ടീച്ചർ വിദ്യാഭ്യാസ പരിവർത്തനത്തിന്റെ ഒരു ആമുഖമൊക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്, ടോട്ടോച്ചാൻ നോക്കുന്നുണ്ട്, നോക്കി. പിന്നെ വേറെ എന്താ ടീച്ചറെ? ദിവാസ്വപ്നം ഞാൻ വായിച്ചില്ല കേട്ടോ, അതെനിക്ക് എന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഇട്ടേക്കണേ മിൻസി ടീച്ചറെ. ഓക്കെ, ടീച്ചർ കിട്ടുവാതെ വായിക്കണം. എനിക്ക് വോയിസ് റെഡി ആവുകയാണെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും റെക്കോർഡ് ചെയ്തിടാനൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ശരി. അത് ചെറിയ പുസ്തകമാണ്, നമുക്കത് ചെറിയ ടെക്സ്റ്റ്, നമുക്കത് പരമാവധി നോക്കാം. ഞാൻ ഫ്രീ ടൈമിൽ കുറച്ചൊന്ന് റെക്കോർഡ് ചെയ്തിടാം. അപ്പൊ ശരി.